അടുത്ത് ശില്പ, ബേസിക്കലി ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്ന് ഞാൻ പറയാൻ പാടില്ല, ഒരു ഡിപ്പെൻഡൻ്റ് ആയ ഒരാൾ വന്നു താങ്കളുടെ അടുത്ത്. അപ്പോൾ താങ്കളുടെ ഒരു അപ്രോച്ചാണ് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് വരുമ്പോൾ അവരുടെ ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ പൈസ ചിലവാക്കേണ്ടി വരുമോ, കുറേ ഗുളികകൾ കഴിക്കേണ്ടി വരുമോ, കുറേ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ അഡ്മിറ്റ് ആവേണ്ടി വരുമോ? അപ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണ ഒരു സൈക്കോ ഓൺകോളജിക്കൽ അപ്രോച്ച്? വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പലപ്പോഴും ഈ ആളുകളെ പുറകോട്ട് വലിക്കുന്നതും. ഒരു റിയലിസ്റ്റിക് കൗൺസിലിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് സിറ്റിങ്ങിൽ നമ്മൾ വരുന്ന ടൈമിൽ ആളുടെ ഹിസ്റ്ററി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അന്ന പാടെ ഓക്കെ നമുക്ക് നിർത്താം, നിങ്ങൾ നാളെ മുതൽ നിർത്തൂ എന്നുള്ളതല്ല. അയാളെയും അയാളുടെ ടൊബാക്കോ ഹാബിറ്റിനെയും നമ്മളൊന്ന് മനസ്സിലാക്കാം. ഓരോരുത്തരുടെ ഹാബിറ്റും ഓരോ തരത്തിലായിരിക്കും, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറിയും ഡിഫറെൻ്റ് ആയിരിക്കും. സോ അയാളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ്, അയാളെ ആ ഒരു ഹാബിറ്റിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസസ് ചെയ്യുക. അസസ് ചെയ്തതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ത് തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ഈ ഇൻഡിവിജ്വലിന് വേണ്ടത്. അതിൻ്റെ അസസ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഡിസൈഡ് ചെയ്യുന്നത് അവർക്ക് പറഞ്ഞ പോലെ മെഡിക്കേഷൻസിൻ്റെ, അതായത് മരുന്നിൻ്റെ സഹായത്തോട് കൂടെ നിർത്തണോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ജസ്റ്റ് കൗൺസിലിങ്ങിലൂടെ അത് നിർത്താനായിട്ട് സാധിക്കുമോ. സപ്പോസ് ആൾക്ക് നിക്കോട്ടീൻ റീപ്ലേസ്മെന്റ്, അതായത് ഗമ്മ്, പാച്ച്, ഇതൊക്കെ വളരെ പരിചിതമായിട്ടുള്ള വാക്കുകളായിരിക്കും ആളുകൾക്ക്. അതിൻ്റെ ആവശ്യം ഉണ്ട് എങ്കിൽ, അത് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഡോസേജും ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാരും കടയിൽ പോകുന്നു, ചോദിക്കുന്നു, വാങ്ങുന്നു, ഇങ്ങനെയാണ്. അതല്ല, എത്ര ഡോസിൽ ഉപയോഗിക്കണം, എത്ര നാൾ ഉപയോഗിക്കണം, എനിക്ക് സൂട്ടബിൾ ആണോ അത്. എനിക്ക് സപ്പോസ് ഒരു കാർഡിയാക് ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് ഇഷ്യൂ ഉണ്ട്, അത് സൂട്ടബിൾ ആയിരിക്കില്ല, എനിക്കത് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അയാൾക്ക് വേണ്ടുന്ന, അയാൾക്ക് മാത്രം ചേരുന്ന തരത്തിലുള്ള ഒരു ഇന്റർവെൻഷൻ പ്ലാൻ ചെയ്യാം. ഇത് പ്ലാൻ ചെയ്തതിന് ശേഷം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരു ഡിസ്കഷൻ മാത്രമാണ് നിങ്ങളുടെ കൗൺസിലർ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പോകുന്നുള്ളൂ. അല്ലാതെ ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ, ഒരു തെറപ്പി എന്നുള്ള രീതിയിലൊന്നുമില്ല. നമ്മൾ ആ ഹാബിറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു, എവിടെയൊക്കെ നമുക്ക് അതിന്റെ ട്രിഗേഴ്സ് ഉണ്ട് അത് ഐഡന്റിഫൈ ചെയ്യുന്നു, എങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള ചില ടെക്നീക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, അത് ട്രൈ ചെയ്യുന്നു, എന്തൊക്കെ വർക്കായി എന്തൊക്കെ വർക്കായില്ല എന്നുള്ളത് നമ്മൾ അടുത്ത ഒരു സിറ്റിങ്ങിൽ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഒരു തവണ പേഷ്യന്റിനെ കാണുന്നു, 2 weeks കഴിഞ്ഞ് ഒരു തവണ കൂടെ കാണുന്നു, അതിനുശേഷം പേഷ്യന്റിന്റെ നീഡ് അനുസരിച്ചിട്ട് 3-4 തവണ. സ്മാർട്ട് ഫോൺ ഒക്കെ ഉള്ള കാലത്ത് ഓൺലൈനായിട്ട് പറ്റുമോ? ചെയ്യാം, ഓൺലൈനായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓൺലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ്, ഗമ്മോ പാച്ചോ ഒക്കെ നിങ്ങൾക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ കൂടെ ഒരു അഡ്വൈസ് എടുത്തിട്ട് അതെ, അതിനുശേഷം മാത്രം അത് വാങ്ങിക്കാം. അവൈലബിൾ ആണ് ആക്ച്വലി ഒരു ഫാർമസിയിലോ അല്ലെങ്കിൽ ഈവൻ സൂപ്പർ മാർക്കറ്റ്സിൽ അവൈലബിൾ. അതെ, പക്ഷെ അത് അങ്ങനെ ഓവർ ദ കൗണ്ടർ വാങ്ങുന്നതിന് പകരം ഡോക്ടറുടെ ഒരു സപ്പോർട്ടോട് കൂടി, അഡ്വൈസോട് കൂടിയിട്ട് അത് ഉപയോഗിക്കാം. അല്ലാതെ അതിന്റെ ബിഹേവിയറൽ പാർട്ട്, സൈക്കോളജിക്കൽ പാർട്ട് ഓൺലൈനായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈനുകളായിട്ട് പോലും ഇപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പ് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ അത് വിചാരിച്ച് ഒരു തവണ വന്ന് കൺസൾട്ട് ചെയ്താൽ മതിയായിരിക്കും, ആരായാലും നിങ്ങൾ തൊട്ടടുത്തുള്ളത്. അതിനുശേഷം ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടി ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഇന്ന് പുറത്തേക്ക് എത്തിയേ പറ്റൂ. അതാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ട ഒരു എയിം. പിന്നെ ഒരു പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് വിചാരിക്കുന്നത് ഈ പുക വലിക്കുന്നത് മാത്രമാണ്, ഈ പുകയില്ല. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ അത് കൂടിക്കൂടി വരികയാണ്. മുമ്പത്ര ഉണ്ടായിരുന്നില്ല കേരളത്തിൽ, ഇപ്പോൾ കുറേ കാരണങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഈ പുകയില, പിന്നെ അതേമാതിരി പുതിയ തരത്തിലുള്ള ലഹരികൾ. അപ്പോൾ താങ്കളുടെ എക്സ്പീരിയൻസിൽ ഈ പുതിയ തരത്തിലുള്ള ലഹരിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഹരിക്ക് അടിമയാണെന്ന് നേരത്തെ പറഞ്ഞ സ്മെല്ല് വരും, അല്ലെങ്കിൽ വീട്ടിൽ വലിക്കുന്നത് കാണും. അതുപോലും ഒരു മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യമാർക്കോ അറിയാൻ പറ്റാത്ത, ഭർത്താക്കന്മാർക്കോ അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ചും എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളതും. അതില് പുകയില ഉപയോഗം, അതാണ് എൻ്റെ ഒരു ഏരിയ ഓഫ് എക്സ്പെർട്ടീസ്. ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ താല്പര്യപ്പെടാണ്. പുകയില ഏത് രീതിയിലും, സ്മോക്ക് ആയിക്കോട്ടെ സ്മോക്ക്ലെസ് ആയിക്കോട്ടെ, രണ്ടാണെന്നുണ്ടെങ്കിലും അത് ബോഡിയിൽ എഫക്ട് ചെയ്യുന്നത് സെയിം രീതിയിലാണ്. അത് ഞാൻ സ്മോക്ക് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ പ്രശ്നമാണ്, ഞാൻ സ്മോക്ക് ചെയ്യാതിരിക്കുകയാണ്, ചൂയിങ് ടൊബാക്കോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സേഫർ ആണ് എന്നുള്ളൊരു സാധനമില്ല. ബോഡിയിൽ അതിന്റെ കണ്ടന്റ് ഒരേ തരത്തിലാണ് പടരുന്നത്, ഒരേ തരത്തിലുള്ള മെക്കാനിസമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആൻഡ് അസുഖങ്ങളിലേക്ക്, ഫിസിക്കൽ ഹെൽത്തിലേക്ക് വരുമ്പോൾ അത് സാറിന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കുന്നുണ്ടാവും. സ്മോക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ചൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഡിഫറെന്റ് ആണ്. അപ്പൊ അവിടെ അതിനൊരു വ്യത്യാസമുണ്ട്. പക്ഷെ എഡിക്ഷൻ മെക്കാനിസം സെയിം ആണ്. അപ്പൊ അത് നിർത്തുന്ന മെക്കാനിസവും സെയിം ആണ്. അതിൽ സ്മോക്ക് ചെയ്യുന്നതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചില ബിഹേവിയേഴ്സിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ മാത്രം നമ്മളൊന്ന് വേർതിരിച്ചെടുക്കുന്നു എന്നല്ലാതെ അതിന്റെ അഡിക്ഷൻ പ്രോസസ്സ് സെയിം ആണ്. അത് എങ്ങനെ നിർത്തണം എന്നുള്ള പ്രോസസ്സും സെയിം ആണ്.
പിന്നെ മറ്റ് ഡ്രഗ്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വേറെ തന്നെ ഒരു എല്ലാം ബയോളജിക്കൽ ആയിക്കോട്ടെ സൈക്കോളജിക്കൽ ആയിക്കോട്ടെ മറ്റൊരു മെക്കാനിസമാണ്. അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന സോഷ്യൽ ഇമ്പാക്റ്റും ഡിഫറെന്റ് തന്നെയാണ്, വളരെ കൂടുതലാണ്. നമ്മൾ പേടിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. അതെ. അപ്പൊ ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് നമുക്ക് പിന്നീട് തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമ്മൾ പുകയിലയും മാത്രം വെച്ചിരുന്ന അപ്പോൾ ഒരു തരത്തിലുള്ള ടൊബാക്കോ സേഫ് അല്ല. എൻ്റെ അടുത്ത് കുറേ പേര് പറയാറുള്ളത്, ഞാനൊരു ആ ഫിൽട്ടർ വളരെ കൂടിയിട്ടുള്ള സിഗരറ്റാണ് വലിക്കുന്നത്, ദുബായിൽ നിന്ന് വരുത്തിച്ചൊരു ഫിൽട്ടർ സിഗരറ്റാണ്, അതിലെ കണ്ടന്റാണ്. അപ്പോൾ നിക്കോട്ടിൻ ഈസ് നിക്കോട്ടിൻ. ഈവൻ വേപ്പ്, ഇലക്ട്രോണിക് സിഗരറ്റ്സ്, ഇ സിഗരറ്റ്സിന്റെ എന്താ താങ്കളുടെ അഭിപ്രായം? ഈ സിഗരറ്റ്സ് കാരണം അത് സേഫ് അല്ല എന്നാണ് ബേസിക്കലി ആ പ്രോസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിക്കോട്ടിൻ കണ്ടന്റ് നിങ്ങളുടെ ബോഡിയിലേക്ക് തരുന്നു, നിങ്ങൾ അഡിക്റ്റഡ് ആവും. സെയിം മെക്കാനിസം ആണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ സിഗരറ്റ്സ് മറ്റ് കെമിക്കൽസിന്റെ ഒക്കെ അളവ് ബാക്കി 100 കെമിക്കൽസിന്റെ അളവ് കുറവാണെന്നാണ് ഒരു അവകാശപ്പെടുന്നത്. അത് ഒരു അവകാശപ്പെടൽ എന്നുള്ള പോലെയാണ് ഉള്ളത്. അതിന് ആധികാരികമായിട്ടുള്ള റിസർച്ച് നടക്കുകയും അത് അതേപടി നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും വളരെ കുറവാണ്. പിന്നെ ഏത് പുതിയ ടെക്നോളജി വരുവാണെന്നുണ്ടെങ്കിലും അത് തുടക്കത്തിൽ ഇങ്ങനെ പല വാദങ്ങളും ഉണ്ടാവും. അതിനുശേഷം അതിനെ ഫുള്ളി നമ്മൾ പഠിച്ചു കഴിഞ്ഞു കുറെ നാൾ കഴിയുമ്പോഴാണ് ഓക്കെ ഇതിന് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനോട് കൂടെ എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും വരാനില്ല ബേസിക്കലി. ഈ സിഗരറ്റ് വലിക്കായിക്കോട്ടെ വേറെ എന്ത് ഉപയോഗിക്കാനായിക്കോട്ടെ, അതുകൊണ്ട് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് ലൈഫിൽ ഒരു സാധനം ഉണ്ടാവുന്നു, ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നു, ഇതൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല. സോ വൈ നമ്മൾ എന്തിനാ അതിനെപ്പറ്റി ഒരു പ്രോത്സാഹിപ്പിക്കുന്നത്? അതെ. അപ്പോൾ ടേക്ക് ഓൺ പോയിന്റ് അതാണ്, വേപ്പിംഗ് അല്ലെങ്കിൽ ഇ സിഗരറ്റ്സ്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ക്യാൻസർ റിസർച്ചേഴ്സ് ടോൾഡ് അത് സേഫ് അല്ല, ആൻഡ് അതും ബാൻഡ് തന്നെയാണ്. ഇ സിഗരറ്റ്സ് ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ സിഗരറ്റ്സ് ആർ നോട്ട് സേഫ് ഫോർ ഹെൽത്ത് എന്നുള്ളത് എക്സ്ക്ലമേഷൻ മാർക്കിംഗ്. അപ്പോൾ അത് സേഫ് ആണെന്നുള്ളത് ആരും ധരിക്കണ്ട. ഈ സിഗരറ്റ്സ് ബാൻ ചെയ്യണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള റിസർച്ച് നമ്മുടെ കയ്യിലില്ല. അതായത് കുറച്ച് കാലങ്ങൾ എടുക്കും അതിന്റെ പാർശ്വഫലങ്ങൾ നമ്മൾ നോക്കാൻ. അതുകൊണ്ട് അത് ഒരിക്കലും സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. മേ ബി ഓൾറെഡി യൂസ് ചെയ്യുന്ന സിഗരറ്റ്സിനേക്കാളും ഹയർ റിസ്ക് ഇഷ്യൂ പിന്നീട് ഉണ്ടായേക്കാം. റിസ്ക് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണത്. നമ്മൾ സാധാരണ ഈ ബിഹേവിയറൽ തെറാപ്പി, പിന്നെ ഈ മോട്ടിവേഷണൽ ഇന്റർവ്യൂവിങ്, അങ്ങനെയുള്ള വല്ലവരുടെയും ഈ മോട്ടിവേഷണൽ കഥകൾ വല്ലതും അല്ലെങ്കിൽ വല്ല എക്സ്പീരിയൻസസ്. കാരണം നമ്മൾ മിക്ക സമയത്തും ഒരാളുടെ കണ്ടിട്ടാണ് നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഡോക്ടർ ആവണമെങ്കിൽ ഞാൻ ആരുടെയും കണ്ടിട്ട് എനിക്ക് ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. അപ്പോൾ അതേമാതിരി അങ്ങനെ മാറിയ വല്ലവരുടെയും ഒരു ഇത് സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വല്ലതും ഷെയർ ചെയ്യാനുണ്ടോ ശില്പ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്ന ആളുകൾക്കൊരു പ്രോത്സാഹനമാവുമെങ്കിൽ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എപ്പോഴും വിത്ത് ക്യാൻസർ പേഷ്യൻസ് ആണ് ആസ് എ സൈക്കോ ഓങ്കോളജിസ്റ്റ്. അപ്പോൾ ക്യാൻസർ പേഷ്യൻസിന്റെ ഉള്ളിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും ഇഷ്യൂ ഉണ്ടാകുന്നത് അവരുടെ ട്രീറ്റ്മെന്റ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അത് മാറ്റി നിർത്തിയിട്ട്, അതായത് ക്യാൻസർ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിനെ ഫുള്ളി മാറ്റി നിർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രെയിനിങ് പീരീഡിൽ വളരെ ഇഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇതിന്റെ സപ്പോർട്ട് ഗ്രൂപ്പാണ്. അതായത് ടൊബാക്കോ ഫ്രീ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എഡയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൈക്കോ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന് ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ വരുന്ന ആളുകളുടെ സ്റ്റോറീസ് അതാണ് എനിക്ക് ഇൻസ്പിറേഷണൽ ആയിട്ട് തോന്നിയിട്ടുള്ളതും ഞാൻ എൻ്റെ ക്ലയൻസ് വരുന്ന സമയത്ത് അവരുടെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളതും. അതിൽ പലരും എങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ആ ഒരു സാധനത്തിനെ really അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ അത് നിർത്തുന്നു. അത് നിർത്തിയിട്ട് മറ്റുള്ളവരെ നിർത്താൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ആ ഒരു സാധനം ഉള്ളത് ഇത് നമുക്കും അല്ലെങ്കിൽ ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ്. ഏതൊരു ഇൻഡിവിജ്വലിനും ഇന്ന് നിർത്താൻ അവർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിർത്താവുന്നതാണ്. അത് ഇന്ന് തന്നെയോ ഇന്ന് 3 ദിവസം കഴിഞ്ഞോ 4 ദിവസം കഴിഞ്ഞോ അത് വട്ടെവർ അവർക്കത് നിർത്താം. നിർത്തി കഴിഞ്ഞിട്ട് അവരെ പോലുള്ള ഒരുപാട് പേരെ സഹായിക്കാനും അവരെ കൊണ്ട് സാധിക്കും. സോ ടൊബാക്കോ നിർത്തുക എന്ന് പറയുന്നത് ഒട്ടും വലിയൊരു ആന കയറാൻ വനം ബലിയേറാൻ വനം ഒക്കെ നമ്മൾ പറയുമല്ലോ മലയാളത്തിൽ. അത്തരം ഒരു സംഭവമല്ല. വളരെ ഈസിലി നമുക്ക് ചെയ്യാവുന്ന, വളരെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ്ലി നിർത്താവുന്ന ഒരു കാര്യമാണ്. അതിനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിളിലേക്ക് വരുമ്പോൾ സ്റ്റിൽ വളരെ പ്രായമുള്ള നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട്. നെയിം ഞാൻ പറയുന്നില്ല. ആൾക്ക് ഒത്തിരി പ്രായമുണ്ട്. ഒരു ഐ തിങ്ക് അറൌണ്ട് 70s ആൾക്ക് ഏജ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏജിലുള്ള ഒരാൾ ടൊബാക്കോ സെസേഷന് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മൈൻഡിൽ കാണുന്നത് ഓക്കെ വന്നു കഴിഞ്ഞാൽ ആൾ പറയും എനിക്ക് ഇത്രയും പ്രായമായല്ലോ എനിക്ക് ഞാൻ നിർത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതായിരിക്കും. പക്ഷെ ആൾ വന്നു എനിക്ക് നിർത്തണം എന്ന ആഗ്രഹമുണ്ട്, ഞാൻ നിർത്താൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു.
അതിനുശേഷം അതിനെ പറ്റിയുള്ള ഒരു ഫസ്റ്റ് റൗണ്ട് നമ്മൾ അത് സംസാരിച്ചൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ആൾക്ക് ഫോളോ അപ്പിന് വരാൻ സാധിച്ചില്ല. പക്ഷെ സ്റ്റിൽ വിളിച്ചിട്ട് ഞാൻ ഇത്ര ദിവസമായിട്ട് നിർത്തി, ഇപ്പം ഞാൻ ഇതുവരെ വലിച്ചിട്ടില്ല കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞു. ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അത് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് നമ്മളെ ഒ പിയിൽ വിളിച്ചത് റിപ്പോർട്ട് ചെയ്യേണ്ടായി. അപ്പോൾ അത്രയും അത് എനിക്കത്രയും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നാനുള്ള റീസൺ ആളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അത്രയും ഡിറ്റർമൈൻഡ് ആയിട്ട് എനിക്ക് ക്യാൻസർ വന്നു, ഞാൻ മരിക്കാൻ പോവാണ്, അതുകൊണ്ട് ഇനി വലിക്കാം എന്നുള്ള ഒരു ഡിഫീറ്റിസ്റ്റ് മൈൻഡ് സെറ്റിലേക്ക് അയാൾക്ക് പോവായിരുന്നു. പക്ഷെ അയാൾ ചെയ്തില്ല, ആളത് നിർത്തി. 2 weeks ഡെഫിനറ്റ്ലി ആള് നിർത്തി. അതിനുശേഷം ആളുടെ ട്രീറ്റ്മെന്റ് ഒക്കെ മുമ്പോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 70 വയസ്സുള്ള ഒരാൾക്ക് അത് ആലോചിക്കാമെങ്കിൽ 30 വയസ്സുള്ള ആൾക്ക് എന്തായാലും ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതിലൊരു സംശയമില്ലേ? അപ്പോൾ ഇതൊന്നൊരു മനസ്സിലാക്കേണ്ടത് ഒരു സപ്പോർട്ട് ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കണം എന്നല്ല. നമ്മൾ സപ്പോർട്ട് ഗ്രൂപ്പ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളൊരു യുവാക്കളായിരിക്കോട്ടെ, ഇപ്പോൾ നമ്മളെല്ലാം ഭയങ്കര ക്ലബ്ബുകളും ഭയങ്കര ചെറിയ ചെറിയ സ്പോർട്സ് അക്കാഡമി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ഒരാളെ നിങ്ങൾക്ക് പുകവലിയിൽ നിന്ന് മുക്തനാക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഞാൻ ട്രീറ്റ് ചെയ്യുന്ന രോഗികൾ മിക്കുന്ന സ്റ്റേജ് കൂടുതലായിരിക്കാം. പക്ഷേ അതിനെക്കാട്ടിലും വലിയ അച്ചീവ്മെൻ്റ് ആണ് നിങ്ങൾ ഒരാളെ പുകവലി മുക്തമാക്കിയാൽ ആ രോഗി അല്ലെങ്കിൽ ആ ആള് ഭാവിയിൽ ഒരു രോഗിയാവാതിരിക്കും. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് നമ്മുടെ അകത്ത്. അപ്പോൾ നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ? അവിടെ ഞാൻ ഈ സപ്പോർട്ട് ഗ്രൂപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ചുമ്മാ കുറച്ച് പേര് കൂടിയിരുന്ന് ഇതേപ്പറ്റി ചർച്ച ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ആസ് ഒരു തെറപ്യൂട്ടിക് ടെക്നീക്ക് എന്നുള്ള പോലെയാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആ ഗ്രൂപ്പിനകത്ത് അയാളെ കുറ്റപ്പെടുത്താതെ, അയാളുടെ ഇത് ചെയ്താൽ എനിക്ക് ഇങ്ങനെയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞാൽ അയാളെ പേടിപ്പിക്കാതെ നിർത്തിയ ഇതിന് ഇന്ന ഗുണങ്ങളുണ്ട്, നമുക്കത് നിർത്തല്ലേ എന്ന് അയാളുടെ സൈഡിൽ നിന്ന് അയാളോട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ഫാമിലിയിൽ നമ്മൾ അറിയാവുന്ന ആൾക്കാരൊക്കെ ഈ ശീലം ചിലപ്പോൾ തുടക്കത്തിലുള്ളവരായിരിക്കും, വർഷങ്ങളായിട്ട് ചെയ്യുന്നവരായിരിക്കും. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ളത് അവരെ പറഞ്ഞ് പേടിപ്പിച്ച് ഒരു കൗൺസിലറുടെ മുമ്പിലേക്ക് കൊണ്ടുവരാ എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അവർ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും, ചെയ്തിട്ടില്ല എന്നല്ല. അപ്പോൾ അത് അവരുടെ സൈഡിൽ നിന്ന് അവരെ മനസ്സിലാക്കുന്നുണ്ട്, അവർക്ക് ഓപ്പൺലി സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അവരെ കുറ്റപ്പെടുത്താതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നം, നിങ്ങൾ വലിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മക്കളും ഇനി ഇത് വലിക്കും എന്ന് പറഞ്ഞ് ഒരു നെഗറ്റീവ് രീതിയിലേക്ക് പോവാതെ പോസിറ്റീവായിട്ട് നമുക്ക് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളത് നിർത്തുന്നതല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത്, ഒന്നെങ്കിൽ അവിടെ മോട്ടിവേറ്റ് ചെയ്ത് അവിടെ നിർത്താൻ സഹായിക്കുക, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ടിൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവരാം. ഇതാണ് ആസ് ജനറൽ പബ്ലിക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നില്ല. നമ്മുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുക വലിക്കുന്നൊരു വലിയ കുറ്റമൊന്നുമല്ല, നിങ്ങളൊരു തൂക്കിക്കൊല്ലാനുള്ള വകുപ്പും ഒന്നും അതിലില്ല. പക്ഷെ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമ്മൾ പുകവലിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞ മാതിരി സ്വന്തം ആരോഗ്യത്തിനുണ്ടാകുന്ന പ്രശ്നം, അത് കാരണം കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനുണ്ടാകുന്ന പ്രശ്നം, അതിലേക്ക് നമ്മൾ ടച്ച് ചെയ്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബം അതും പ്രധാനമാണ്. സൈക്കോളജിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കണം. ഞാൻ മിക്ക സമയത്തും ഭാര്യമാർ പറയുന്നുണ്ട് എനിക്ക് ഉറക്കയില്ല, കാരണം അദ്ദേഹം പുക വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനെ ആലോചിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താണ് ഒരു ഫാമിലി ഒരു ഇമ്പാക്ട്? ഞാൻ മക്കളെ വരെ കണ്ടിട്ടുണ്ട്, അച്ഛൻ 60 വയസ്സായി, പക്ഷെ മോന് ടെൻഷനാണ്, ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ നേരെ തിരിച്ചു കിട്ടോ, മോൻ്റെ കാര്യം എടുത്തിട്ട് അച്ഛനും ടെൻഷനാണ്. അപ്പോൾ ഈ ഫാമിലിയിൽ സ്ട്രെസ്സും എത്രത്തോളം കൂടുന്നുണ്ട് ഇത് കാരണം? ഇത് ഒരാളുടെ ഹെൽത്തിനെ പറ്റി നമ്മളെപ്പോഴും വറീഡാണ്. അത് നമുക്ക് പരിചയമുള്ളവരോ അല്ലാത്തവരോ ആയിക്കോട്ടെ, നമ്മളെപ്പോഴും ഒരു നെഗറ്റീവ് ന്യൂസ് കേട്ടാൽ വിഷമിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അത് കേൾക്കാതിരിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് ഹസ്ബൻഡിന് അസുഖങ്ങളൊന്നും വരരുത് എന്നും, അല്ലെങ്കിൽ മകന് അസുഖങ്ങൾ വരരുത്, അച്ഛന് അസുഖങ്ങൾ വരരുത് എന്നൊക്കെ ഒരു ഫാമിലി മെമ്പർ ആഗ്രഹിക്കുന്നതും അതേപ്പറ്റി ടെൻഷൻ അടിക്കുന്നതും സ്വാഭാവികമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു സ്വാഭാവിക ഇമോഷൻസിന്റെ എക്സ്ട്രീം കേസിലേക്ക് പലപ്പോഴും ആളുകൾ എത്താം, അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരാൾ സിഗരറ്റ് വലിക്കുന്നു എങ്കിൽ അയാൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല, അയാളുടെ ഫാമിലി മെമ്പേഴ്സിനും ഇതേ വഴിയുടെ ഉണ്ടാകുന്നു. സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് വഴി ഉണ്ടാകുന്നു. അത് കാരണം സ്ട്രെസ്ഫുൾ ആവുന്ന ആൾക്കാരുണ്ട്. അത് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ സ്മെല്ല് എനിക്ക് പിടിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ആസ്മ പ്രശ്നമാണ്. ഇപ്പോൾ ചോദിച്ചു വരുന്ന സമയത്ത് വീട്ടിലാർക്കോ സ്മോക്കിങ്ങിന്റെ ഉണ്ട്, അതുകൊണ്ടാണ് ഇവർക്ക് ആസ്മ വന്നിട്ടില്ല. അപ്പോൾ
പല രീതിയിൽ ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ മെന്റൽ ഹെൽത്ത് ആയിക്കോട്ടെ രണ്ടും ഇതിന്റെ ഭാഗമായിട്ട് എഫക്റ്റഡ് ആവും. അത് ഡെഫിനറ്റ് ആണ്, അത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് ഒരു പരിഹാരം ഉള്ളത് ഇത് നിർത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരാള് ആ ഒരു ശീലം നിർത്തിക്കഴിഞ്ഞാൽ എത്ര പേരുടെ ഹെൽത്ത് മെച്ചപ്പെടും. ഫാമിലിയുടെ എൻവയോൺമെന്റേ മാറും. അതെ. നിങ്ങളുടെ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ വൈഫാവട്ടെ അച്ഛനമ്മയാവട്ടെ ഫുൾ എൻവയോൺമെന്റേ ഫുൾ മാറും എന്നുള്ളത് തന്നെയാണ് മാഡത്തിനും പറയാനുള്ളത്. അപ്പോൾ ഒരു സാധാരണ ഒരു പുകവലി ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന കുട്ടികളാണെങ്കിലും വലിയ പുകവലിക്കാത്ത ആളാണെങ്കിലും അത് തുടങ്ങാതിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. അതിലൊരു സംശയമില്ല. അതാണ് നമ്മുടെ ഒരു ടേക്ക് ഹോം പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ ശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പുകവലി ആയിക്കോട്ടെ അത് ഇന്ന് തന്നെ നിർത്താൻ വേണ്ടി ഈ പറഞ്ഞ ടെക്നിക്കുകൾ തുടങ്ങുക, സ്വയം സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ചെയ്യുക, പ്രൊഫഷണൽ ഹെൽപ്പ് വാങ്ങുക. ഇതൊന്നും നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നമ്മളെ അടുത്ത് എല്ലാം പെട്ടെന്ന് എല്ലാവർക്കും ഒരു ദിവസം കൊണ്ട് നടക്കണമെന്നില്ല. പക്ഷെ ഇതെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്ത് കഴിഞ്ഞാൽ മിക്ക സമയത്തും എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് മലയാളികൾ കാര്യങ്ങളെല്ലാം വളരെയധികം എനർജിയോട് കൂടിയാണ് സ്വീകരിക്കാനും എന്ത് പറഞ്ഞാലും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ എനർജി ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവണം. ഇതിൻ്റെ പുറമെ നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാളെ ഉപദേശിക്കുക എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ ഒരു കൂട്ടുകാരനാവാം, പക്ഷെ ആ കൂട്ടുകാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കൂടുതൽ ഇൻസ്പിറേഷൻ ആവും ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും സമയം ചെലവഴിച്ചതിനും വളരെയധികം, കാരണം ഞാൻ കുറേ നാളായിട്ട് കുറേ അസുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അസുഖം തടയാനുള്ള മാർഗത്തിനെ കുറിച്ച് പറഞ്ഞത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം നന്ദി ശില്പ.